അപ്പം അതെല്ലാം കൂടെ കൂട്ടി വയറുന്നറിയും, അപകടവും ഇല്ല. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, അങ്ങനെയല്ല, ഏതിനും ഒരളവുണ്ട്. മീൻകറി ഒഴികെ ബാക്കി കറികളും സംഗതികളും ഒക്കെ പകർത്തി മാറ്റും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി ഇളക്കി ഇട്ടേച്ച് പിന്നെ എനിക്കത് എടുക്കണത് ഇഷ്ടമല്ല. അപ്പം മത്തങ്ങ എരിശ്ശേരി ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കണ്ടേക്കണതാട്ടോ. മത്തങ്ങ എരിശ്ശേരി കേട്ടോ. അപ്പം അതില് മത്തങ്ങയും ചേനയും ഇത്തവണ ഇട്ടിട്ടുള്ളൂ. പിന്നെ വൻപയറൊക്കെ ചേർക്കും, അത് നിങ്ങളെ കാണിക്കാം. കപ്പയോ ഏത്തക്കായോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങന്ന് വെള്ളം ഇറങ്ങും. അപ്പം നമുക്ക് അടച്ചു വെച്ച് ഒരു 3 വിസിൽ അത്രയും മതി, അതോടുകൂടി വെന്തോളും. ഓക്കേ. പണ്ട് ഒരിക്കൽ അമ്മ കപ്പ ഇട്ട് ഉണ്ടാക്കിയ മത്തങ്ങ എരിശ്ശേരി നല്ലതായിരുന്നു. കപ്പ ഇല്ലായിരുന്നു. 3 വിസിലിന് പകരം 4 വിസിൽ അടിച്ചു. കാരണം തേങ്ങ ഇരണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഉള്ളോട് പറഞ്ഞു ഓഫ് ചെയ്തു. അപ്പം 4ാമത്തെ വിസിൽ അടിച്ചത്. അപ്പം നമുക്ക് നോക്കാം. ഓഹോ, ഓക്കെ. ഇനി നമുക്ക് ഉടച്ചെടുത്താൽ മതി. ആ ഫോമിലിരുന്നത് ഞാനിങ്ങനെ ഇതുകൊണ്ടേ ഉടച്ച് ശരിയാക്കിയതാട്ടോ. അത് ഇങ്ങനെ അങ്ങ് ചുമ്മാ ഉടച്ചാൽ മതി. ഇത് വളരെ സോഫ്റ്റ് അല്ലേ, പെട്ടെന്ന് അത് ഉടഞ്ഞു കിട്ടിക്കോളും. വേറെ ഒന്നും ചെയ്യാനില്ല. ചേന മാത്രം വെച്ചിട്ട് കപ്പ ഇല്ലാതെ പോയി കേട്ടോ. കപ്പ എങ്ങനെ ഇട്ടാൽ നല്ലതായിരുന്നു. ഞങ്ങളുടെ ഇവിടേക്ക് കപ്പ ഇതിനിടുന്നത് ഈ മുറുക്കം കിട്ടാനാന്നാ പറയണത്. പിന്നെയും ഏത്തക്കായും ഇടും, രണ്ടും ഇല്ല. അപ്പം ചേനയും മത്തങ്ങയും മാത്രം ഉളുത്തവണം. പിന്നെ നമുക്ക് ഇതിനെ ഒതുക്കി വെച്ചേക്കണ അരപ്പ് ചേർക്കാം. അരപ്പിൽ തേങ്ങ, ഒരു തരി ജീരകം, ചുമന്നുള്ളി, ഇച്ചിരി വേപ്പില കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത്രേ ഉള്ളൂ. ഇനി ചേർക്കാം അരപ്പ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അരപ്പിൽ. ഇത്രേ ഉള്ളൂ. മിക്സ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം. കാരണം ഒതുക്കി അരപ്പൊന്ന് വേവണ്ടേ. അരപ്പിന് പച്ചച്ചവ ഉണ്ടായിക്കൊള്ളൂല്ലോ. അതെ, ഈ പണ്ടില്ലേ വീടുകളിലൊക്കെ സ്ഥിരം മത്തങ്ങ ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റാണ് മത്തങ്ങ എരിശ്ശേരി. അത് വീടുകളിലും മത്തങ്ങയും കപ്പയും ചേനയൊക്കെ ഉണ്ടാവും. പിന്നെ കായും ഉണ്ടാവും, ഏത്തക്കായൊക്കെ. അപ്പം അതെല്ലാം കൂടെ പറിച്ചിട്ട് ഒരു സമ്പുഷ്ടിയായിട്ട് വൈകുന്നേരം ഞങ്ങളുടെ അവിടെ കാലത്തെ അല്ലാട്ടോ ഉണ്ടാക്കണം. ഗ്രാൻഡ് മദർ അമ്മ വൈകുന്നേരത്തേക്കാണ് കഴിക്കാനുണ്ടാക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അമ്മച്ചിയും വൈകുന്നേരമായി എല്ലാം പറമ്പിൽ നിന്ന് പറിക്കാനുണ്ടാവുമെന്ന്. അപ്പം അതെല്ലാം കൂടെ കൂട്ടി വയറുന്നറിയും, അപകടവും ഇല്ല. അപ്പം ദേ ഇനി നമ്മൾ വൻപയർ വേവിച്ച് വെച്ചേക്കണത് ദേ വൻപയർ വേവിച്ച് വെച്ചേക്കണം ചേർത്തു. ഇനി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ തേങ്ങ വറക്കാൻ പോവാം കേട്ടോ. ഇച്ചിരി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അതും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ എരിശ്ശേരി റെഡിയാവും. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, പ്രഷർ കുക്കർ ഞാൻ 3 ലിറ്ററിന്റെ ആട്ടോ ഞാൻ ഇന്ന് എടുത്തതാ. ഇത് നമ്മള് കോംബോ ആയിട്ട് മേടിച്ച പ്രഷർ കുക്കറിൽ ഒരെണ്ണമാണ്. 3 ലിറ്റർ. പിന്നെ 325. അതില്ലേ PG&E ആണ് മേടിച്ചത്. കുറെ കൊല്ലങ്ങളായി, ഇതുവരെ ഒരു കംപ്ലൈന്റുകളും ഇതിന് വന്നിട്ടില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. ഞാൻ 2 ലിറ്റർ എടുക്കാന്ന് ഓർത്തപ്പോഴേ അതിൽ ഇച്ചിരി ഉൾക്കൊള്ളൂല. അത് ഇച്ചിരി ചെറുതല്ലേ, അത് കാരണം അത് പയറ് പരിപ്പൊക്കെ വേവിക്കാൻ സ്ഥിരം എടുക്കും കേട്ടോ. ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ തന്നെ മേടിക്കുകയും ചെയ്യാലോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം അല്ലേ. അതെ, അവിടെ ഒരു സ്റ്റിക്കർ പോലെ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാം, ഇതിന്റെ പടമായിട്ട്. ഈ വറ്റൽമുളക് അതിൻ്റെ കൂടെ ഞാനൊന്നിട്ട് ഒന്ന് മൂക്കാനായിട്ട്. പിന്നെ ഇച്ചിരി കറിവേപ്പില കേട്ടോ. നമുക്കിപ്പോൾ ഡെക്കറേഷന് വേണ്ടി അങ്ങ് ഇടാം. ഇത് വന്നു കഴിയുമ്പോഴാണ് പൂക്കൾ പോലെ, ഓണപ്പൂക്കളെ ഇട്ട പോലെ ഇരിക്കും അല്ലേ. ദേ ചേർക്കുവാണേ. ദേ ആവശ്യത്തിലധികം ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഇത് കുറച്ചല്ലേ തേങ്ങ വറുത്തത്. അതൊന്നും ഇട്ടപ്പോൾ കൂടുതലുണ്ട്. അങ്ങനെയല്ല, ഏതിനും ഒരളവുണ്ട്. തേങ്ങ വറുത്ത് എരിശ്ശേരി കുറവും തേങ്ങാവറവിൽ കൂടുതലും ആയാൽ കൊള്ളൂല. തേങ്ങാവറവിൽ പാകമായിരിക്കണം അതിന്. അപ്പം അല്ലെങ്കിൽ പിന്നെ അതിന് തേങ്ങാവറവലിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും, അത് കൊള്ളൂല. അപ്പം അത് നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം പകർത്തി. അത് അമ്മ എപ്പോഴും എന്തുണ്ടാക്കിയാലും കുറച്ചെടുത്ത് പകർത്തി മാറ്റി. അത് വേറൊന്നുമല്ല, കറികൾ മീൻകറി ഒഴികെ ബാക്കി കറികളും സംഗതികളും ഒക്കെ പകർത്തി മാറ്റും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി ഇളക്കി ഇട്ടേച്ച് പിന്നെ എനിക്കത് എടുക്കണത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഒരു നേരം കഴിക്കാനുള്ളത് വെച്ചേച്ച് തോരനും മെഴുക്കുവരട്ടി എന്താണെങ്കിലും വൈകിട്ടത്തേക്കുള്ളത് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെക്കും. എന്നിട്ട് ആ സമയത്ത് നമുക്ക് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. എന്നിട്ട് കഴിക്കാൻ നേരത്തെ ഞാൻ ചൂടാക്കി എടുക്കുക. എൻ്റെ പതിവ് കൂട്ടോ. അപ്പോൾ ഓക്കെ, ഇത് മതി എടുത്ത് വെച്ചത്. ബാക്കി കഴിക്കാനെടുക്കാം. പോരെ? അടിപൊളി.
മത്തങ്ങ എരിശ്ശേരി പണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കത് കഴിച്ച് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രുചിയാ. വിളയിച്ചതിലും ഇഷ്ടം എനിക്കിതാ. വിളയിച്ചതിന് മധുരിപ്പും അരിപ്പൊടി വറുത്തും കൂടെ ചേർക്കുമ്പോൾ ഒരു മട്ടിപ്പ് പോലെ വരും, അധികം കഴിക്കാൻ പറ്റില്ല. അതെ അതെ. ഇതാകുമ്പോൾ അങ്ങനെ മട്ടിപ്പില്ല. ഇളവൻ മത്തങ്ങ കൊണ്ട് തേങ്ങയൊക്കെ ഒതുക്കി ചേർത്ത് പയറും ചേന വേറെ കൂട്ടിടൂലേ, അപ്പം അതിന് മട്ടിപ്പ് വരൂല. ഇങ്ങനെ മുഴുവൻ വിളഞ്ഞ മത്തങ്ങയല്ലല്ലോ, മറ്റേത് മധുര ഇതായിട്ടാണ് വിളയിക്കണത്. അപ്പം ഇത് രണ്ടുപേരും ടേസ്റ്റ് ചെയ്തോ. എങ്ങനെയുണ്ട്? നല്ല ഇതാണ്. നല്ലതാണോ? കപ്പയും കൂടെ ഇല്ലാതെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി. കപ്പ ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതല്ല, വേറൊരു ഇതിന്റെ ഇത് തന്നെയുള്ള ഫ്ലേവറിൽ നിന്ന് മാറി കുറച്ചുകൂടി അതൊന്ന് ബ്ലെൻഡ് ആയേന്. എന്നാലും കുഴപ്പമില്ല. ഇത് പിന്നെ വയറിന് വളരെ ഫ്രണ്ട്ലി ആണല്ലോ സാധനം. എത്ര കഴിച്ചു കഴിഞ്ഞാലും നല്ലതാണ്.